നല്ല ഊമ്പിയ കളി, ഊമ്പിയ മാനേജ്മെൻറ്റ്, ഇതാണ് മൊത്തത്തിൽ പറയാനുള്ളത്. ആദ്യത്തെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കുള്ള 3 കാരണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് അതിൽ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റ് തന്നെയാണ്. നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ പ്ലേയേഴ്സിനെ ഇവരെന്നെ വാങ്ങിച്ചതാണ്, ഇവരെന്നെ റിസർവിൽ നിന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന പ്ലേയേഴ്സാണ്, എല്ലാം സമ്മതിച്ചത്. അങ്ങനെ പ്രൂവൺ ചെയ്ത ISL പ്രൂവ് ചെയ്ത പ്ലേയേഴ്സിനെയൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ജീക്സൺ, സഹൽ, പിന്നെ നമ്മുടെ ഇപ്പോൾ ലാസ്റ്റ് സീസണിൽ നോവ, മറ്റേ ഗോളി, പിന്നെ വന്നിട്ട് നമ്മളുടെ ഐമൻ, അസർ, അവരൊക്കെ ആക്ച്വലി ക്ലബിന് വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. ഈ കോച്ചിൻ്റെ ടാക്ടിക്സിന് പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണോ ഈ നമ്മുടെ നോവാ സദോയ് വന്നതുകൊണ്ട് മാത്രമാണ് ഐമന് ആ വിങ്ങിൽ കളിയില്ലാതായത്, ഓനെ സബിൽ കൊണ്ടുവരാൻ തുടങ്ങിയത്. അല്ലാതെ ഓൻ കളിക്കാത്ത അല്ലെങ്കിൽ ഓൻ അലമ്പ് കളി ആയതുകൊണ്ടല്ല. അപ്പോൾ നോവാ സദോയ് പോയി, അപ്പോൾ നമുക്ക് അവിടേക്കുള്ളൊരു ബെസ്റ്റ് റീപ്ലേസ്മെൻറ്റ് ചങ്ങായി തന്നെയാണ്. എന്നിട്ട് അവനെയും അവൻ്റെ അനിയനെയും ഏട്ടനെ കൂടെ ഒരുമിച്ച് അങ്ങോട്ട് SC ഡൽഹിയിലോട്ട് വിൽക്കുക, പൈസ ഉണ്ടാക്കുക. അവിടെ നമ്മുടെ മുമ്പത്തെ റിസർവിലെ കോച്ച് തന്നെയാണ്. അവന് ഇവരുടെ പൊട്ടൻഷ്യൽ അറിയാം. സോ അതുകൊണ്ട് അവർ വാങ്ങിച്ച. ആക്ച്വലി നമ്മളെന്താക്കി, നമ്മുടെ പൈസ ഉണ്ടാക്കി ഏത് കച്ചവടത്തിൽ. ഇതാണ് ഓരോ വർഷം കഴിയുമ്പോഴും ഉണ്ടാകുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് മിഡ് പ്ലേയേഴ്സിനെ നമ്മൾ വാങ്ങുന്നു, എന്നിട്ട് ആ പ്ലേയേഴ്സിനെ കൊണ്ട് ആ ഒരു സീസൺ ഇങ്ങനെ ഓടിക്കുന്നു. നമ്മൾ നല്ല ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ടാവില്ല, ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് നല്ല ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ടാവില്ല. അങ്ങനെ 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 ഇപ്പോൾ 11 സീസൺ ആയിട്ടുണ്ട്. പിന്നെ മാനേജ്മെൻ്റ് ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് കോൺട്രാക്റ്റ് ആയ മിഡ് ഫോറിൻ പ്ലേയേഴ്സിനെ വാങ്ങിച്ചുകൊണ്ടുവരില്ല. ആ ഒമർ ബാക്ക് അവന് വയ്യ, സത്യം പറയാം. കളി കണ്ടവർക്ക് അറിയും. ആക്ച്വലി ഫസ്റ്റിൽ നല്ലോണം കളിച്ചിരുന്നു, അതിനുശേഷം അവന് വയ്യ. മറ്റേ നമ്മുടെ പെരേര DS ഒക്കെ അവനെ സിമ്പിളായിട്ടൊക്കെയാണ് വെട്ടിച്ച് കൊണ്ടുപോകുന്നു, ഡ്രിബിൾ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒമർ ബായ്ക്കൊക്കെ മറ്റേ റീപ്ലേസ്മെൻ്റ് എല്ലാം വന്നിട്ടുണ്ട്, ഓനെന്താ അവസ്ഥ ഒന്നും അറിയത്തില്ല. പിന്നെ നമ്മുടെ 22 വയസ്സ് മാൽക്കണോ ഏതൊരു 10ാം നമ്പർ ജേഴ്സി, ഓൻ കഴിഞ്ഞ കളിയിൽ അടിച്ച ബോൾ, അവസാനം 90ാം മിനിറ്റിൽ അടിച്ച ബോൾ ഇപ്പോഴും താഴെ എത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നത്. അയ്യോ, ലോണൊക്കെ റീപ്ലേസ്മെൻറ്റ് അറിയത്തില്ല. പിന്നെ രണ്ടാമത്തെ മെയിൻ സാധനം നമ്മുടെ കോച്ചിൻ്റെ ടാക്ടിക്സ്. ഇതുപോലൊരു ഓമ്പിയ ടാക്ടിക്സ് വേറൊരു കോച്ചും ഉണ്ടാവില്ല. അതായത് ചിപ്പ് ദ ബാൾ ടു ദ സ്പേസ് ആൻഡ് ഓടിയെടുക്കുക, എന്നിട്ട് സെൻറ്ററിലോട്ട് ക്രോസ് ചെയ്യുക. നിങ്ങൾ കളി കണ്ടുവരാണെങ്കിൽ മനസ്സിലാവും. ഇതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം എല്ലാ നമ്മുടെ കോച്ചുകൾക്കും മനസ്സിലായി ഇയാൾക്ക് ഈ ഒരു ടാക്ടിക്സ് ആണ്. അറിയത്തില്ല ഈ ഒരു മൂഞ്ചിയ ടാക്ടിക്സും. പിന്നെ അതിനെല്ലാം പുറമേ ആയിട്ട് നല്ല ക്വാളിറ്റി, കുറച്ചെങ്കിലും ക്വാളിറ്റി ബാക്കിയുള്ള നമ്മുടെ പ്ലേയേഴ്സിനെയൊക്കെ ബെഞ്ചിലിരുത്തുക, എന്നിട്ട് പിള്ളേരെ അങ്ങോട്ട് ഇറക്കി വിടുക. എന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഒരു 75-80 മിനിറ്റ് ആവുന്ന സമയത്ത് നമ്മൾ 1-2 ഗോൾ കാണിച്ചു വെക്കും. ആ സമയത്ത് ക്വാളിറ്റി ഉള്ള പിള്ളേരെ ഇറക്കി ഒരു 15 മിനിറ്റ് നല്ലോണം കളിപ്പിക്കുക. നമ്മളെ പൊരുതിയെന്ന് അറിയാം. അതാണ് ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ അടുത്തുണ്ടാകാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അടുത്ത വർഷം കോരു സിംഗിനെയാണെങ്കിലും ബിബിനെയും ചിലപ്പോൾ ബികാഷിനെയൊക്കെ ചിലപ്പോൾ വിറ്റൂന്ന് വരും. അതിനടക്കം ചാൻസ് ഉണ്ട്. ഇവന്മാർ എന്താണ് കാണിക്കുന്നതെന്നൊരു പിടുത്തമില്ല. പിന്നെ എനിക്ക് മനസ്സിലാകാത്തൊരു വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇത്രയും സ്പോൺസർഷിപ്പും ബ്രാൻഡ് ഡീൽസും ഉള്ളൊരു ക്ലബ്ബാണ് നമ്മളുടെ, ഏറ്റവും കൂടുതലുള്ളത് നമുക്കാവുന്നു. എന്നിട്ട് നമ്മളുടെ ഇതിനെ നടത്തിക്കൊണ്ടു പോകാനായിട്ട് നമുക്ക് അതിൽ ഫണ്ടില്ല, നമ്മൾ അടച്ചു കൂട്ടാൻ നിൽക്കുകയാണ് എന്നുള്ളൊരു ടോക്ക്. പക്ഷെ ഇതിൻ്റെ ഒന്നും പകുതി പോലും ബ്രാൻഡ് ഡീൽസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ക്ലബ്സൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു 3-4 നല്ല ഫോറിൻ പ്ലേയേഴ്സിനെ നിലനിർത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഫണ്ട് കൊടുത്തിട്ട് തന്നെ. ആക്ച്വലി നമുക്ക് മാത്രം ഒന്നും പറ്റുന്നില്ല. നമുക്കാണെങ്കിൽ കരച്ചിലും പിഴിച്ചിലും സങ്കടം പറച്ചിലും മാത്രമാണ്. നമ്മൾ പൂട്ടിപ്പോവും. ഇതൊക്കെയാണ് അവസ്ഥ. അറിയില്ല, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എഗ്നിസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ്. ആക്ച്വലി വിൽ ടോക്ക് അബൌട്ട് ദാറ്റ്. ആക്ച്വലി അടുത്ത വീഡിയോയിൽ അതായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത്തവണ റിലെഗേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഐ ലീഗ് പോയി കപ്പടിച്ചിട്ട് നമ്മൾ വരും എന്ന് ശുഭപ്രതീക്ഷയോടെ വിൽ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.